ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പൊക്കെ ആവാറായല്ലേ? അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. മുട്ട വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എഗ് ചമ്മന്തി ബോക്സ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എഗ് ചമ്മന്തി ബോക്സിലേക്കുള്ള ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ആദ്യം തന്നെ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 250 ഗ്രാമോളം ചിക്കൻ, കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചിട്ട് കൈയോടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒന്ന് നമ്മൾ പിച്ചെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചിക്കൻ വേണമെന്ന് നിർബന്ധവും ഇല്ല, നോർമൽ മുട്ട മാത്രം മതിയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നോർമൽ നമ്മൾ വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഓൾറെഡി നമ്മുടെ വെന്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ടൈം ഫ്രൈ ആവാനൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ ചിക്കൻ മൊത്തത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ബാക്കിയുള്ള സവാള കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. വേറെ പാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 വലിയ സവാള ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. ഓവർ ചെറുതാക്കണമെന്നൊന്നുമില്ല കേട്ടോ, അതിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഇടയ്ക്കൊരു ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് ചിക്കന് പകരം ബീഫ് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പ്, കാരണം ഒരുപാട് വേണ്ട, നമ്മുടെ ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണല്ലോ, അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിന് ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓവർ പേസ്റ്റാക്കിയിട്ടൊന്നും ചേർക്കേണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓവർ സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3/4 ടീസ്പൂണിൽ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നില്ല. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ സവാള അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ വേറെ എക്സ്ട്രാ പൊടികളും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ എരിവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, ചിലവർക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇങ്ങനത്തെ ഫില്ലിങ്ങിന് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവും, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് ചിക്കൻ ഇല്ലാതെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചിക്കൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫില്ലിംഗ് ഒക്കെ, ബാക്കിയുള്ള സവാള കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്ക് തന്നെ എടുക്കുക കേട്ടോ. ഇത്രയായതിനു ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ, ഒട്ടും തന്നെ കൂടണ്ടേ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുക കേട്ടോ, ഉപ്പ് എരിവൊക്കെ പാകാണോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ, ഭയങ്കര സിമ്പിളല്ലേ. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് മുട്ട ചമ്മന്തി പെട്ടിയാണ് കേട്ടോ, അതായത് എഗ് ചമ്മന്തി ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് കൂടണ്ട, അപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലേവർ മാറിപ്പോവും.
ഇനിയിപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 വലിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അതിലുള്ള എരിവ് നമ്മൾ മനസ്സിൽ കാണണേ, എന്നിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിന് ഇഞ്ചിയും മതിയല്ല, നമ്മളൊരു പേരിന് ചേർക്കുമല്ലോ അതുപോലെ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക കേട്ടോ. ഒട്ടും തന്നെ ഒന്നും കൂടണ്ട, എല്ലാം കുറച്ച് മതി. കാരണം ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവണം, എന്നാൽ നല്ലൊരു ഭംഗിയുള്ള കളറും കിട്ടണം, അതാണ്. പിന്നെ നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ചെറിയൊരു അരമുറി പീസൊക്കെ മതിയാകും, കാരണം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം 3-4 തവണ. ചമ്മന്തി അറിയാലോ, ഓവർ അങ്ങ് അരഞ്ഞും പോകാൻ പാടില്ല, എന്നാൽ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അങ്ങനെയല്ലേ നമ്മൾ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഈ ചമ്മന്തിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാനും നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ട നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേനു. ഇനി ഇത് നമുക്ക് 2ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8 പീസ് മുട്ടയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടനെ കൊണ്ട് 8 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചെയ്യേണ്ടത്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയില്ലേ, അത് കൈ കൊണ്ട് ഇതുപോലെ കുഞ്ഞു ബോളായിട്ട്, നല്ല കുഞ്ഞു ബോളായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഓവറാവണ്ട, അപ്പോൾ ചമ്മന്തി കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് ഈ ചമ്മന്തി കൊണ്ട് ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള മൊത്തത്തിലായിട്ട് ഞാൻ കവർ ചെയ്തെടുക്കട്ടെ ചമ്മന്തി എല്ലാ മുട്ടയിലും. അങ്ങനെ മുട്ടയൊക്കെ ഞാൻ റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ഗമ്മ് റെഡിയാക്കി എടുക്കണം. മൈദയുടെ ഗമ്മില്ലേ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ബൗളിലൊരു 3 ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ട് അതിലേക്ക് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വിസ്കോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ. അറിയാലോ മൈദ ഗമ്മ് നമ്മൾ നോർമൽ എപ്പോഴും ഉണ്ടാക്കുന്നതന്നെയല്ല, അതന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കട്ടെ ഈ ഒരു ലൂസിൽ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടച്ചമ്മന്തി പെട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റില്ലേ, അത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സമൂസ ഷീറ്റാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഹോം മെയ്ഡ് ആണെങ്കിലും. അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം ഇങ്ങനെയും വെക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിങ്ങിൽ അതൊരു സ്പൂണോളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ, കറക്റ്റ് മിഡിൽ വരുന്ന ഭാഗം തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു രീതിക്ക് ആ ഒരു ഷീറ്റിൻ്റെ ആ ഒരു സ്ക്വയർ ഭാഗം വരുന്നില്ലേ, ആ ഒരു പോർഷനിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയും ചമ്മന്തിയും ഇല്ലേ, അത് ഇതുപോലെ എടുത്തതിന് ശേഷം ഫില്ലിങ്ങിൽ ചമ്മന്തി തട്ടുന്ന രീതിക്ക് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗമ്മില്ലേ, ആ ഗമ്മ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അതാകുമ്പോൾ ഓവർ കൂടുതലായിട്ട് വരില്ല. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് കൊണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ 2 സൈഡിലും അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദയുടെ ഗമ്മൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, സൈഡിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് മൊത്തത്തിൽ ഉള്ളിൽ എണ്ണ കയറി ഫില്ലിംഗ് എല്ലാം പുറമേ ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ഒട്ടും കേട്ടോ, മൈദയൊക്കെ റെഡിയാക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇപ്പോൾ ഇതൊരു ബോക്സ് പോലെ ആയല്ല. അപ്പോൾ എഗ്ഗ് വെച്ചത് കൊണ്ടാണ് കേട്ടോ മുകൾ ഭാഗം ചെറിയൊരു ഷേപ്പിലൊരു ഭംഗിക്കുറവ് പോലെ, അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ, ഷീറ്റ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരെണ്ണം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, ആ ഒരു മൈദയുടെ ഗമ്മും ആ ഒരു ഷീറ്റും മാത്രമല്ലേ വേവാനുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമൂസയുടെ ആ ഒരു സെയിം കളറൊക്കെ ആകുന്ന ടൈമിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ എഗ് ചമ്മന്തി ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ബോക്സ് മൊത്തത്തിലായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയില്ല സെർവ് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും സൂപ്പർ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു ചമ്മന്തിയുടെ ഫ്ലേവറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കണേ. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് തന്നെ, പ്രത്യേകിച്ച് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. എന്നാൽ ഓവർ എണ്ണ ഇല്ലാത്ത ഐറ്റവും കൂടിയാണ് കേട്ടോ. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ കൂടുതലായിട്ട് എണ്ണ കുടിക്കില്ല. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ല ഒരു മുട്ടയൊക്കെ ആ ഒരു ലെയറായിട്ട് തന്നെ കിടപ്പില്ല, ഫില്ലിങ്ങും ചമ്മന്തിയൊക്കെ ആയിട്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്